എന്താണ് അവർക്ക് ഇത്രയും നൊന്തതെന്ന് അറിയാമോ? നിങ്ങൾ അറിയാതെ ചെയ്തു പോയ 6 തെറ്റുകളാണ്. നിങ്ങളുടെ പാർട്ണറെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ പലപ്പോഴും ഒരു ചെറിയ വഴക്കുണ്ടാകുമ്പോൾ, ഒരു ചെറിയ അടി ഉണ്ടാകുമ്പോൾ ഒന്നാമത്തെ തെറ്റ് ചെയ്യാറുണ്ട് സൈലന്റ് ട്രീറ്റ്മെന്റ്. ഭയങ്കര വില്ലനാണത്. നിങ്ങൾ കരുതുന്നതിനേക്കാൾ വലിയ പ്രശ്നമാണ് ഈ സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന സംഗതി. മിണ്ടത്തില്ല, അവനൊന്ന് മിണ്ടട്ടെ, അല്ലെ അവളൊന്ന് മിണ്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. ഈ സൈലന്റ് ട്രീറ്റ്മെന്റിന്റെ ദൈർഘ്യം കൂടി വരും തോറും നിങ്ങൾ ഒരു മനസ്സിൽ നിന്ന് അകന്നു പോവുകയാണെന്നുള്ള മനസ്സിലാക്കണം. അവിടെ തന്നെ സൈലന്റ് ട്രീറ്റ്മെന്റിലാണ് ഇപ്പോഴെങ്കിൽ ഇപ്പം നിർത്തിക്കോ. 2 ഹഗ്ഗുകളുടെയും കിസ്സുകളുടെയും കുറവാണ്. ഇത് രണ്ടും വേണമെന്നേ. പണ്ടത്തെ കാലത്തൊക്കെയാണ് ഈ പറഞ്ഞ പോലെ അയ്യേ ഹഗ്ഗ, അയ്യേ കിസ്സ എന്നൊക്കെ പറയാം. അങ്ങനല്ല. നിങ്ങൾ ഒരു മനുഷ്യനോടൊപ്പം ഈ പറഞ്ഞ 2 വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ അതിനകത്ത് ഹഗ്ഗും വേണം, കിസ്സും വേണം. ഈ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അതിന് ഭയങ്കര സ്ഥാനമുണ്ട്. പിന്നെ ഇതിനു വേണ്ടിയിട്ടാണോ സ്നേഹിക്കുന്നതെന്ന് വെച്ചാൽ ഇതിനും കൂടെ വേണ്ടിയിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നത്, അല്ലേ? നമ്മൾ ഹഗ് ആലിംഗനം ചെയ്യാനായില്ല എങ്കിൽ പിന്നെന്ത് ബന്ധം? പ്രിയപ്പെട്ടവനോ പ്രിയപ്പെട്ടവൾക്കോ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കൊരു സ്നേഹചുംബനം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്തിനാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരുമിച്ച് ജീവിക്കുന്നത്? മൂന്നാമത്തത്